എനിക്ക് ഇവിടെ ഇരിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അഭയദാശ്രമം ട്രസ്റ്റ് മെമ്പറായിട്ട് ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു 1995-കളിലാണ്. ആ സമയത്ത് അഭയദാശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം വളരെയധികം നമ്മളുമായിട്ട് സഹകരിച്ച ഒരു വ്യക്തിത്വമാണ്. വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ക്ലാസ് എല്ലാ ദിവസവും അദ്ദേഹം മുടങ്ങാതെ വന്ന് ഒരു മോപ്പഡ് സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഈ വേദിയിൽ തന്നെ ഇരുന്ന് അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ക്ലാസ് എടുക്കുമായിരുന്നു. അത് ആ സമയത്ത് അത്ര ഒരു ബന്ധമുണ്ടായിരുന്നു. അതുപോലെ വിശാല സംഘം അമ്മമാരുടെ ഒരു വാർഷികത്തിന് അദ്ദേഹം ഒരു വിൽപ്പാട്ട് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ഗംഗാരത്നം എന്നാണ് അതിൻ്റെ പേര്. അത് ഇപ്പോൾ ഇവിടെ അദ്ദേഹം കവിത്വത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ ആ ഒരു വിൽപ്പാട്ടാണ് അദ്ദേഹം അതിൽ എഴുതിയിരുന്നത്. അതിന് അദ്ദേഹം ഒരു നല്ലൊരു തികഞ്ഞ ഒരു കർണാടക സംഗീതജ്ഞൻ്റെ ഭാവത്തിൽ ഈ കർണാടക രാഗങ്ങൾ, അത് ആദ്യത്തെ ഒരു നാമക്രിയ എന്ന് പറയുന്ന രാഗം, അല്ലെങ്കിൽ പിന്നെ ഹിന്ദോളം, അതുപോലെ മുഖാരി, അങ്ങനെ പല കല്യാണി രാഗങ്ങൾ, ഈ രാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പല കവിതകളായിട്ടാണ് ആ വിൽപ്പാട്ട് എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രത്തോളം ഒരു സംഗീതജ്ഞൻ്റെ ഭാവം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് അഭയദാശ്രമത്തിൽ ആ ഒരു ആവശ്യത്തിനായിട്ട് ഗുരുദേവൻ്റെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഹരിദ്വാരം, ആ സമാധി, ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിൽപ്പാട്ടാണ് അദ്ദേഹം അന്ന് എഴുതി ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അതിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ അഭയദാസുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുള്ളവരാണ് വേദനാഥൻ സാർ. മാത്രമല്ല നമ്മുടെ ടീച്ചറും അതുപോലെ തന്നെ. അപ്പോൾ ചേച്ചിയെ ഞങ്ങൾ ചേച്ചി തന്നെയാണ് വിളിക്കുന്നത്. അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പല യാത്രകൾക്കും, ഞങ്ങളുടെ കൂടെ തീർത്ഥയാത്രകൾക്കൊക്കെ രണ്ടുപേരും കൂടെ ആ സമയങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അഭയദാസുമായിട്ട് വളരെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ്. സാറിൻ്റെ ആ ജന്മദിനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട 2 പേർക്കാണ് അതിന് വേണ്ടിയിട്ട് ഇന്ന് ആ പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വിളക്കുടി രാജേന്ദ്ര സാറാണ്. വളരെ അടുത്ത ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 1 മണിക്കൂർ നമ്മളൊരു നാമജപമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടുകയുണ്ടായി. അന്നാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ 2023 അദ്ദേഹം എഡിറ്ററായിട്ട് ഒരു ALP നായർ ഒരു സുവനീർ ഇവിടെ ആശ്രമത്തിൻ്റെ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം എഡിറ്ററായിരുന്നു അതിൻ്റെ. അപ്പോൾ അതിന് ചെട്ടിക്കുളങ്ങര ഉള്ള ഒരു സ്കൂളിൻ്റെ അതിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ അത് ഇവിടെ നേരത്തെ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം നല്ല ലേഖനങ്ങളും 10-20 നല്ല ലേഖനങ്ങളും അതുപോലെ കവിതകളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ അടുത്ത ദിവസങ്ങളാണ് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ചെങ്കൽസുധാകരൻ സാറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. അഭയദാനന്ദ സ്വാമികളുടെ ഏറ്റവും വാത്സല്യ ശിഷ്യൻ എന്ന് തന്നെ പറയാം. സ്വാമിജിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും സ്വാമിജിയിൽ നിന്ന് തന്നെ ഭഗവത്ഗീതയിലെ പല സംശയങ്ങളും സ്വാമിജിയുടെ മുഖത്ത് നിന്ന് തന്നെ നേരിട്ട് കേട്ടിട്ടുള്ള ആളും സ്വാമിജി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അന്നത്തെ ഒരു വാത്സല്യ ശിഷ്യൻ. കാവ്യം കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വാത്സല്യ ശിഷ്യനാണ് ചെങ്കൽസുധാകരൻ സാറ്. ഈ ഗീതായജ്ഞം ഇപ്പോൾ ഈ 9-ാം തീയതി അഭയദാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഗീതായജ്ഞം നടക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും അഭയദാശ്രമത്തിലും അതുപോലെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആറീരാശ്രമം, ഇവിടെയെല്ലാം ഗീതായജ്ഞത്തിൻ്റെ ആചാര്യനായിട്ട് അദ്ദേഹം ഇവിടെ ഞങ്ങളെ വളരെ സഹായിക്കാറുണ്ട്. ആശ്രമത്തിൻ്റെ തന്നെ അടുത്തൊരു ബന്ധു തന്നെയാണ്. നമ്മളെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ചെങ്കൽസുധാകരൻ സാറ്. അപ്പോൾ അതുപോലെ ഞാൻ പരിചയപ്പെട്ടില്ല, ഇപ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത്. വലിയുള്ള മോഹൻ അദ്ദേഹത്തിനും ഇപ്പോൾ പുരസ്കാരം നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ചും ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും അഭയദാശ്രമത്തിൻ്റെ സദ്ഗുരുദേവൻ്റെ സ്മരണയിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. ഹരിവോ ഹരിവോ. നന്ദി പറയണം. ആശ്രമത്തിന് പ്രത്യേകം നന്ദി പറയണം. CJ കൂടെ വിളിച്ചു.